Welcome back after the break to Talking Point. നമ്മളിപ്പോൾ ഇനി ഉള്ളിയും പച്ചക്കറികളുടെ ബാക്കിയുള്ള കാര്യങ്ങളുടെയൊക്കെ വല്ല ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. But I'm always trying to understand what is the relationship between all these price hikes. Fuel hike versus gold versus day-to-day items. What exactly is inflation? Inflation and price hike ഒന്ന് തന്നെയാണോ രണ്ടും വേർതിരിച്ച് കാണേണ്ടതുണ്ടോ? Before we get into all these things as well. Inflation പണപ്പെരുപ്പമായിട്ടും പറയാറുണ്ട്. Too much of money, too much of liquidity in the market. അതാണ് ഇൻഫ്ലേഷനിലേക്ക് നയിക്കുന്ന ഒരു സംഗതി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് റിസർവ് ബാങ്ക് പലിശ കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. അതായത് മണി ഫ്ലോ ഇൻ ടു ദ മാർക്കറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് പലിശ കൂട്ടുന്നത്. അപ്പോൾ അത് പക്ഷേ അതിനൊരു ഡബിൾ ഇഫക്റ്റ് ഉണ്ട്. കാരണം മണി ഫ്ലോ കുറയ്ക്കുകയും അപ്പോൾ ബാങ്ക് ലോൺസ് വളരെ ഡിഫിക്കൽട്ട് ആവുകയും ചെയ്യുമ്പോഴത്തേക്ക് പ്രൊഡക്ഷൻ കുറയുകയാണ്, ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ കുറയുകയാണ്. അപ്പോൾ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ കുറയുമ്പോഴത്തേക്ക് ആ പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനങ്ങളുടെ വില പിന്നെയും കൂടുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു എഫക്റ്റ് ഉണ്ട്. അതൊരു ഡബിൾ എഡ്ജ്ഡ് സോർഡ് മാതിരിയുള്ള പറ്റത്തില്ല. ഫുഡ് പ്രൈസ് കൂടുക എന്ന് പറയുന്നത് ഒരു ഇന്റർനാഷണൽ ഫിനോമിനൻ ആണ്. കാരണം വേൾഡ് പോപ്പുലേഷൻ കൂടുന്നു, വേൾഡ് ഇക്കോണമി ഇപ്പോൾ ആഫ്രിക്കൻ കൺട്രീസ് തന്നെ ഒരുപാട് കൺട്രീസ്, ഘാന പോലുള്ള കൺട്രീസ് 5% ഗ്രോ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ ഉള്ള അവർക്ക് ഫുഡിനുള്ള ഡിമാൻഡ് കൂടുതലാണ്. ആളുകൾക്ക് കൂടുതൽ മണി ഉണ്ടാകുമ്പോഴത്തേക്ക് കൂടുതൽ ഭക്ഷണം കഴിക്കുന്നു. പാവപ്പെട്ടവരായിരുന്നവർ അല്ല ആ പോവർട്ടിയിൽ നിന്ന് രക്ഷപ്പെട്ട് വരുമ്പോഴത്തേക്ക് അവർ കൂടുതൽ ഭക്ഷണം കഴിക്കുന്നു. അപ്പോൾ ചൈനയിൽ ആൾക്കാർ കൂടുതൽ ഫുഡിന് ഡിമാൻഡ് ഉണ്ടാവുന്നു, ഇന്ത്യയിൽ കൂടുതൽ ഫുഡിന് ഡിമാൻഡ് ഉണ്ടാവുന്നു. ഡിമാൻഡ് കൂടുന്നതനുസരിച്ച് ആ പ്രൈസും കൂടുന്നു. അപ്പോൾ അത് ഫുഡ് പ്രൈസിനുള്ള ഇൻക്രീസ് എന്ന് പറയുന്നത് ഒരു ഇന്റർനാഷണൽ ഫിനോമിനൻ ആണ്. അത് ആഫ്രിക്കയിൽ ഇപ്പോൾ റെക്കോർഡ് ഫുഡ് പ്രൈസസ് ആണ് ആഫ്രിക്കൻ കൺട്രീസിലെല്ലാം ഉള്ളത്. അതേപോലെ തന്നെയാണ് ഇന്ത്യയിൽ സംഭവിക്കുന്നത്. കൂടുതൽ ആൾക്കാർ പോവർട്ടിയിൽ നിന്ന് രക്ഷപ്പെട്ടു വന്നു. അപ്പോൾ അവരുടെ സ്വാഭാവികമായിട്ടും ഭക്ഷണത്തോടുള്ള ഡിമാൻഡ് കൂടി, അപ്പോൾ ഭക്ഷ്യസാധനങ്ങൾക്കുള്ള ഡിമാൻഡ് കൂടി. അതേസമയം നമുക്ക് ഈ ഭക്ഷ്യസാധനങ്ങൾ നമ്മൾ ഒരുപാട് വേസ്റ്റ് ആക്കുകയാണ്. നമുക്കത് സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള ഈ കോൾഡ് സ്റ്റോറേജുകളോ റെഫ്രിജറേറ്റഡ് ഗോഡൌൺസോ ഒന്നും നമുക്കില്ല. അപ്പോൾ നശിച്ചു പോകുന്നു. ഇതൊക്കെ കാരണം ഇങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ് ഫുഡ് പ്രൈസസ് ഇൻക്രീസ് ചെയ്യാൻ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. Inflation and price hike are not exactly the whole. It's a manifestation of the manifestation of inflation. The primary manifestation of inflation will be in the rising trend in prices. അപ്പോൾ നമ്മളൊരു ഡെവലപ്പിംഗ് കൺട്രിയാണ്, ഒരു എക്കണോമി ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. സാർ പറഞ്ഞിരുന്ന പോലെ പൈസ വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കൺട്രിയിലേക്ക്. ആൻഡ് ഇറ്റ്സ് എൻ ഓൺഗോയിങ് പ്രോസസ്. സോ ഇൻഫ്ലേഷൻ ഇസ് സംതിങ് വി ഹാവ് ടു ലിവ് വിത്ത് ഓൾ അവർ ലൈഫ്സ്. ഇസ് ദാറ്റ് വാട്ട് യു സേ? More or less to a small extent. കാരണം if you look at our history, India always had an average inflation of say 7%, 7%, something like that. Now it's about, yesterday it was 9.3. And at some time it used to be 22 and all that. It was insane. I know. That was what? 5-7 years ago, 10 years ago. My God. Yeah. Oh, that's insane actually. Right. Now the point is, see, the world population is roughly, correct me if I'm wrong, it's about 7 billion people. And out of that, 1.2 billion people are in India, 1.3 billion people are in China. So that's 2.5 billion people just in India and China alone. Only the rest of them in other places. So if the population in India, if the per capita consumption increases, like Sir said, by 2,000 rupees per annum, not per month, by 2,000 rupees per annum, you're talking about huge consumption growth. And that's the increase in the prices of vegetables and essential goods and all that. Okay. അപ്പോൾ ഇത് പറഞ്ഞ മാതിരി ഇതിപ്പോൾ എല്ലാവരെയും എഫക്ട് ചെയ്യും ഇൻഫ്ലേഷൻ. വലിയ ഫാക്ടറീസ് ഉള്ള ആൾക്കാരാണെങ്കിൽ അവരുടെ ഇൻപുട്ട് കോസ്റ്റ് ഒക്കെ കൂടി, റോ മെറ്റീരിയൽസിന്റെ പ്രൈസസ് കൂടി, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. ഇല്ല ഫാമിലീസ് ആണെങ്കിൽ ഇഫ് ഇറ്റ്സ് ലൈക്ക് മീ, വൈഫ് ആൻഡ് 2 children and all that, it affects me. നമുക്ക് സാധനങ്ങൾ വാങ്ങിക്കുന്ന വില കൂടി. ഇപ്പോൾ ഒരു കുപ്പി നല്ലെണ്ണ, ബ്രാൻഡഡ് നല്ലെണ്ണ 60 രൂപ ഉണ്ടായിരുന്നല്ലോ. About 2 not bad. It's good husband. So now it's about 120 rupees. Okay. It's one apple in Cochin is about 27 rupees. A single apple. Point. I think inflation രണ്ട് ഡൈമെൻഷൻ കണക്കാണ്ട് എല്ലാവരെയും അഫക്ട് ചെയ്യും. പക്ഷെ എല്ലാവരും ഒരുപോലെ അഫക്ട് ചെയ്യാം. അതായത് അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഇൻഫ്ലേഷൻ വലിയ പ്രശ്നമില്ല. കാരണം എനിക്ക് എല്ലാ 6 മാസം കൂടും എന്റെ DA കൂടും. അതേസമയം സാധാരണ കടകളിൽ ജോലി ചെയ്യുന്ന, അൺഓർഗനൈസ് സെക്ടറിൽ ജോലി ചെയ്യുന്ന 90% വരുന്ന ഇന്ത്യൻ ആൾക്കാരുടെ ഇൻകം ഒന്നും ഇൻഡെക്സ് അല്ല, പ്രൈസ് സെൻസിറ്റീവ് ഇൻഡെക്സ് അല്ല. അതേ become much more poor. Similarly, there are regions which are much more consumer oriented. Say for example, like Kerala. നമ്മളെപ്പോലുള്ള സംസ്ഥാനങ്ങൾ ഇതിനെ കൂടുതൽ അഫക്ട് ചെയ്യാം ആസ് കമ്പയർഡ് ടു. ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു കേരളത്തിൽ ഒരു കടയിൽ പോയാൽ പോലും ഏതെങ്കിലും ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് നമുക്ക് നോക്കുക, ഷെൽഫ് സ്പേസ് നോക്കുക, കേരളത്തിൽ ഉൽപ്പാദിപ്പിച്ച സാധനങ്ങൾ കേരളത്തിൽ ഏതെങ്കിലും ഒരു ഷോപ്പിൽ 2% ഉണ്ടോ? കഴിഞ്ഞ 10-15 കൊല്ലമായിട്ട് നമ്മൾ ഈ അച്ചപ്പം കുഴലപ്പം ഒക്കെ ഉണ്ടാക്കി മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട്. അത് ഒഴുക്കി കഴിഞ്ഞാൽ അത് നമ്മുടെ കുടുംബശ്രീ ബേക്കറീസ് ഉണ്ട് കേരളത്തിൽ ഉൽപ്പാദിപ്പിച്ച ബേക്കറീസ് ഉണ്ട്, കേക്ക്സ്. That's it. Yeah. Otherwise there's nothing. So what I'm trying to say is that ഇങ്ങനെയുള്ള
വിവിധ സെക്ഷനുകളെ പലതരത്തിലെ ബാധിക്കും. വിവിധ വിഭാഗങ്ങൾ, വിവിധ റീജിയൻസിനെ ഡിഫറെന്റ് ആയിട്ട് ബാധിക്കും. അപ്പൊ അതനുസരിച്ച് one has to think like that. Okay, how do you see this, Danny? Danny ഇപ്പൊ വെളിയിൽ താമസിക്കുന്നതല്ലേ? I mean, you living in Dubai, the place, the consumerist place of it. അവിടെ നിന്ന് ഇവിടെ വന്നു കഴിയുമ്പോൾ എങ്ങനെയാണ്? അല്ല, എനിക്ക് തോന്നുന്നത് വെച്ച് കഴിഞ്ഞാല് പണ്ടൊരു 8-10 വർഷം മുന്നേ സൂപ്പർ മാർക്കറ്റും മാൾസും ഒന്നും ഇല്ലായിരുന്നു. അന്ന് എൻ്റെ വീട്ടിൽ നിന്ന് മമ്മിയാണെങ്കിലും ഫാദർ ആണെങ്കിലും മാർക്കറ്റിൽ പോവും, ഒരു സാധനം വാങ്ങിച്ച് നമ്മളൊന്ന് ബാർഗെയിൻ ചെയ്യാൻ നോക്കും. അറ്റ്ലീസ്റ്റ് 1 rupee 2 rupee വാട്ട് ഗെറ്റ്സ് എ ബെനിഫിറ്റ്. ഇപ്പം എന്ത് പറ്റുന്ന വെച്ചാൽ സൂപ്പർ മാർക്കറ്റ് അവിടെ സ്റ്റിക്കറോട് ചോദിച്ചിട്ടുണ്ട് 1 kilo is 27. യു കനോട്ട് ഗോ ആൻഡ് ബാർഗെയിൻ. എടുക്കുക വരിക. സോ ദാറ്റ് ബിക്കംസ് എ ട്രെൻഡ്. ഓക്കെ, ഇപ്പം ആരെങ്കിലും പറഞ്ഞ ചൈനയിൽ ആപ്പിള് മഴ പെയ്തു, ആപ്പിൾ ഇല്ല, അതിൻ്റെ അടുത്ത ദിവസം ഇവിടെ വില കൂട്ടും. ബിക്കോസ് അവർക്കറിയാം എല്ലാവരും പത്രം വായിക്കുന്നു. സെക്കൻഡ് തിങ് എനിക്ക് തോന്നുന്നത് ക്രെഡിറ്റ് കാർഡ്. പണ്ട് നമുക്ക് അറിയാം കയ്യിൽ 30-ാം തീയതി ആയിക്കഴിഞ്ഞാൽ 100,000 രൂപ കൈ കാണുമായിരിക്കും. ഇപ്പോൾ 30,000 എപ്പോഴായാലും ക്രെഡിറ്റ് കാർഡ് യു ഹാവ് 20,000 25,000. യു ആർ നോട്ട് ബോതേർഡ്. അവിടെ ചെല്ലുക, കയ്യിൽ എത്ര പൈസ ആണ്, ഒരു കാർഡ് എടുത്തിടുക, മേടിക്കുക. Oh, basically what Danny is trying to say is നമ്മുടെ living സ്റ്റൈലും സർക്കംസ്റ്റൻസസും മാറുന്ന also is contributing to inflation in a way. You agree with it? Yes. ഡാനി പറഞ്ഞൊരു പോയിന്റ് കുറച്ചുകൂടെ വിശദമായിട്ട് ചർച്ച ചെയ്യേണ്ടതാണ്. അതായത് അദ്ദേഹത്തിനെ പറ്റി ബാർഗെയിനിങ്ങിനെ പറ്റി പറഞ്ഞു. ഈ മാർക്കറ്റിൽ പ്രൈസസ് രൂപം കൊള്ളുന്നത് ഒരു ഗോഡ് ഗിവൺ ആയിട്ടുള്ള രീതിയിൽ അങ്ങ് ഓട്ടോമാറ്റിക്കായിട്ട് ഉണ്ടാവുന്നതല്ല. മാർക്കറ്റ് ആക്ടേഴ്സിന്റെ ഒരു പ്രധാനപ്പെട്ട റോളുണ്ട്. ഇപ്പൊ തന്നെ ഞാൻ വരട്ടെ, അതിലേക്ക് വരാം. ഇപ്പൊ ഈ പ്രൈസിന്റെ ഘടന നോക്കുകയാണെങ്കിൽ, സ്ട്രക്ചർ പ്രൈസസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചില പ്രൈസസ് ആണ് കൂടുന്നത്, ചില പ്രൈസസ് അതുപോലെ കൂടുന്നില്ല. ഇപ്പോൾ പിന്നെ സ്റ്റോക്ക് പ്രൈസസ് താഴോട്ട് പോകുന്നു, ഹോം പ്രൈസസ് താഴോട്ട് പോകുന്നു, റിയൽ എസ്റ്റേറ്റ് താഴോട്ട് പോകുന്നു, ഗോൾഡ് മുകളിലോട്ട് പോകുന്നു, കമ്മോഡിറ്റീസ് മുഴുവൻ, പ്രൈമറി കമ്മോഡിറ്റീസ് മുഴുവൻ മുകളിലോട്ട് പോകുന്നു, ഫുഡ് പ്രൈസസ് പർട്ടിക്കുലർലി മുമ്പോട്ട് പോകുന്നു. അപ്പൊ നമ്മുടെ ഈ പ്രൈസ് ഹൈക്കിന് ഒരു ഫുഡ് പ്രൈസസ് എന്ന് പറയുമ്പോഴത്തേക്ക് പിന്നെ സാധാരണ ഇതിപ്പോ നമ്മളിവിടെ ചർച്ച ചെയ്തപ്പം ഈ ഭക്ഷണ സാധനങ്ങളുമായി ബന്ധപ്പെട്ട വിലകൾ വർദ്ധിക്കുന്നു എന്നാണ് പറഞ്ഞത്. പക്ഷേ ഗോൾഡ് എന്ന് പറഞ്ഞാൽ ഒരു കമ്മോഡിറ്റിയാണ്, പ്രൈമറി കമ്മോഡിറ്റി എന്നുള്ള അർത്ഥത്തിലാണ്. ഗോൾഡ്, സിൽവർ, അതുപോലെ തന്നെ നമ്മുടെ സ്പൈസസ്, പ്ലാന്റേഷൻ പ്രോഡക്ട്സ്, ഇതിനെല്ലാം നമ്മൾ പ്രൈമറി കമ്മോഡിറ്റീസ് എന്ന് പറയും. യഥാർത്ഥത്തിൽ ഇപ്പോൾ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഇൻഫ്ലേഷനിൽ പ്രൈമറി കമ്മോഡിറ്റീസ് ലെഡ് ഇൻഫ്ലേഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു കാരണം ഇപ്പോൾ പിന്നെ ഉൽപാദനം കുറഞ്ഞത്, ഡിമാൻഡ് കൂടിയത്, ഇന്ത്യയിലെ NREGSന്റെ വന്നതൊക്കെ ശരി തന്നെയാണ്. പക്ഷെ ലോകമാകെ ഫുഡ് പ്രൈസസ് കൂടുന്നുണ്ട്. ഫുഡ് പ്രൈസസ് മാത്രമല്ല, കമ്മോഡിറ്റി പ്രൈസസ് മുഴുവൻ കൂടുന്നുണ്ട്. കമ്മോഡിറ്റി പ്രൈസസ് കൂടുന്നതിന്റെ ഒരു കാരണം ഫിനാൻഷ്യലൈസേഷൻ ഓഫ് ദി കമ്മോഡിറ്റി മാർക്കറ്റ്സ് ആണ്. അതിന്റെ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഈ നേരത്തെ പറഞ്ഞ ഈ സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ പ്ലേ ചെയ്തുകൊണ്ടിരുന്നവര് ഗോൾഡിലേക്കും കമ്മോഡിറ്റി ഫ്യൂച്ചേഴ്സിലേക്കും വരുന്നുണ്ട്. അപ്പൊ അതിന്റെ ഫലമായിട്ട് കൂടിയാണ് ഈ ഇൻഫ്ലേഷൻ വരുന്നത്. പക്ഷേ ഒരു കറന്റ് എക്കണോമിക് ഗ്ലൂം ഇസ് ഇംപെൻഡിങ് ഓൾ ഓവർ ദ നേഷൻസ്, എല്ലായിടത്തും. US ഡെറ്റ് ക്രൈസിസിനെ കുറിച്ച് പറയാം സർ. ഐ വോണ്ട് എ വെരി സിംപ്ലിഫൈഡ് എക്സ്പ്ലനേഷൻ ഓഫ് US ഡെറ്റ് ക്രൈസിസ് ബിഫോർ വി ഗെറ്റ് ഇൻ ടു ദി ആസ്പെക്ട് ഓഫ് ഇൻഫ്ലേഷൻ ബൈ ഇറ്റ് സെൽഫ്. US കടത്തിലാണ്, എപ്പോഴും കടത്തിലാണ്, പക്ഷെ ഇപ്പൊ വലിയൊരു സംഭവമാണ്, ഇത് വലിയ പ്രശ്നമാണ്. നമുക്ക് എങ്ങനെയാണ് അത് എഫക്ട് ചെയ്യുക? അമേരിക്ക കടം കൂടുതൽ എടുത്ത സമയത്ത് അമേരിക്കൻ പാർലമെന്റ്, അമേരിക്കയുടെ നിയമനിർമ്മാണ സഭ അവര് പ്രസിഡന്റിനോട് പറഞ്ഞിട്ടുണ്ട് ചെലവുകൾ വെട്ടിക്കുറയ്ക്കണം, ഫിസ്ക്കൽ കറക്ഷൻ വേണം. അത് തന്നെ യൂറോപ്പിലെ ഗവൺമെന്റുകളോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ അവർ ഫിസ്ക്കൽ കറക്ഷന് പോകുമ്പോൾ പലതരത്തിലുള്ള വെൽഫെയർ ചെലവുകളൊക്കെ കുറയ്ക്കും. അങ്ങനെ കുറയ്ക്കുമ്പോൾ അവിടുത്തെ കൺസംഷൻ കുറയുമ്പോൾ നേരത്തെ പറഞ്ഞ നമ്മുടെ എക്സ്പോർട്സിന്റെ സാധ്യത കുറയും, നമ്മുടെ ആൾക്കാർക്ക് ജോലി കിട്ടുന്നതിനുള്ള സാധ്യത കുറയും, നമ്മുടെ എക്കണോമിയിലേക്ക് ഈ പ്രശ്നം പതുക്കെ വരാനാണ്. So that brings us to the point, sir. How relevant is this issue in the Indian context? നമ്മളെ എത്രത്തോളം അത് എഫക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്? Do we have to again deal with even higher prices in the coming future? Is that a concern? Is inflation a reason to worry? We come back to the point, sir. Okay, ഇതിപ്പോ how it will play out എന്നുള്ളത് നമുക്ക് എക്സാക്ട്ലി പറയാൻ പറ്റില്ല. What will be the ultimate decisions of the government? അവരെന്ത് ചെയ്യും? ഇപ്പോൾ ഇത് അവരുടെ എക്സ്പെൻഡിച്ചറൊക്കെ കുറയ്ക്കാൻ പറഞ്ഞാൽ അത് നടക്കുമോ, അതാണോ അവരുടെ പ്ലാൻ എന്നൊന്നും നമുക്ക് പറയില്ല. ഇറ്റ് വിൽ പ്ലേ ഔട്ട് ഇവൻച്വലി, അത് വഴിയെ കാണാൻ പറ്റുള്ളൂ. പക്ഷെ അങ്ങനെ നടക്കുകയാണെങ്കിൽ we should understand that the entire world is supplying services and goods to the United States. You know, they are like the consumer and the rest of the world is a producer supplying it to the United States.
So if they stop buying, then we'll have a problem. We'll have a problem, and To how an big a extent. problem is that? That is a Remains question. to be seen, yeah. Yes. I have a slightly different, not a different perspective. I perfectly agree with what they said. ഇത് നമ്മൾ കാണേണ്ടത് ഇനി വരും കാലങ്ങൾ കഴിഞ്ഞ കാലത്തെ പോലെ ആയിരിക്കില്ല. ലോകക്രമം മാറിക്കൊണ്ടിരിക്കുകയാണ്. വികസിത രാജ്യങ്ങൾക്ക് അവർക്കിന്നുള്ള $45,000-50,000 പെർ ക്യാപിറ്റ ഇൻകം പണ്ട് വർദ്ധിപ്പിച്ച രീതിയിൽ ഇനി വർദ്ധിപ്പിക്കാനുള്ള ചാൻസ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മറ്റ് രാജ്യങ്ങൾ ക്യാച്ചപ്പ് ചെയ്യുന്നു. ഉദാഹരണം പറഞ്ഞാൽ എന്തുകൊണ്ടാണ് അവർക്കിന് പണ്ട് വർദ്ധിപ്പിച്ച രീതിയിൽ വർദ്ധിപ്പിക്കാനോ അവരുടെ ഈ പ്രോസ്പെരിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനോ സാധ്യമല്ല എന്ന് പറയാൻ കാരണം ഏതൊരു രാജ്യത്തിൻ്റെയും സമ്പദ്ഘടനയുടെ അടിസ്ഥാന അവരുടെ ഹൗ മച്ച് ദ പെർ ക്യാപിറ്റ ഇൻകം ഡിപ്പെൻഡ്സ് അപ്പോൺ നിങ്ങൾ എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്ന് ആശ്രയിച്ചിരിക്കും. ചക്കയും മാങ്ങയും തേങ്ങയും പ്രൊഡ്യൂസ് ചെയ്യുന്ന കേരളീയന് അത് പ്രൈമറി അഗ്രികൾച്ചർ ഉപയോഗിച്ചുകൊണ്ട് ഒരു രാജ്യവും $500 പെർ ക്യാപിറ്റ ഇൻകം അപ്പുറത്ത് പോയിട്ടില്ല. അതേസമയം പ്രോഡക്റ്റ് ലൈഫ് സൈക്കിളിൻ്റെ ഏറ്റവും പുതിയ പ്രോഡക്റ്റ് ഉൽപ്പാദിപ്പിക്കുകയും ആ പുതിയ ഉൽപ്പന്നങ്ങളെ പുതിയ സയൻസ് ആൻഡ് ടെക്നോളജി ഉപയോഗിച്ച് ഉൽപ്പാദിപ്പിക്കുകയും ആ ഉൽപ്പന്നങ്ങൾക്ക് അതിഭയങ്കരമായ വില ചാർജ് ചെയ്യുകയും ചെയ്ത് അതിൽ നിന്ന് കിട്ടുന്ന സൂപ്പർ നോർമൽ പ്രോഫിറ്റ് ആ ഒരു ഹയർ പ്രൈസിൽ നിന്നും ഹയർ സൂപ്പർ നോർമൽ പ്രോഫിറ്റിൽ നിന്നുമാണ് ഇതുവരെ ഈ രാജ്യങ്ങളൊക്കെ വലിയ ഉയർന്ന പെർ ക്യാപിറ്റ ഇൻകം മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് വെച്ചാൽ ഒരു രണ്ടാം തരം രാജ്യങ്ങൾ, അതായത് ബ്രിക്സ് രാജ്യങ്ങൾ, ഏഷ്യയിൽ നിന്നുള്ള സൗത്ത് കൊറിയ, സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ കൺട്രീസ്, ഈ രാജ്യങ്ങളെല്ലാം വളരെ വിജയകരമായിട്ട് അമേരിക്ക പോലുള്ള വെസ്റ്റേൺ രാജ്യങ്ങളെ വളരെ പെട്ടെന്ന് എമിറ്റേറ്റ് ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് ഈ പ്രോഡക്റ്റ് ലൈഫ് സൈക്കിളിൽ അവർ അധികം മുന്നോട്ട് പോകാതെ കഴിയാതിരിക്കുമ്പോൾ അവരുടെ ഉയർന്ന പെർ ക്യാപിറ്റ ഇൻകം അവർക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയില്ല. കാരണം മറ്റൊരു ക്യാച്ചപ്പ് ചെയ്യണം. ഉദാഹരണം പറഞ്ഞാൽ ഈ റെയ്നോൾഡ്സ് പെൻ ഉൽപ്പാദിപ്പിച്ചപ്പം $162 ആദ്യത്തെ റെയ്നോൾഡ് പെന വിറ്റത്. അപ്പം ഇന്ന് നമുക്കറിയാം നമുക്ക് എന്ത് വിലക്ക് റെയ്നോൾഡ് പെന ബോൾ പോയിന്റ് പെൻ കിട്ടും നമുക്കറിയാം. അപ്പം ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ആ ഒരു പ്രോഡക്റ്റ് ലൈഫ് സൈക്കിളിൽ അവരുടെ ഇന്നോവേഷൻ കേപ്പബിലിറ്റി കൊണ്ട് ഉയർന്ന പെർ ക്യാപിറ്റ ഇൻകം അവർക്ക് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള പല പരിമിതികളുണ്ട്. പണ്ടേക്കാലത്ത് ഇന്ത്യയിൽ നിന്നുള്ള എല്ലാ രാജ്യങ്ങളിലുള്ള മനുഷ്യശേഷി മുഴുവൻ അവിടെ പോയി വർക്ക് ചെയ്യുമായിരുന്നു. ഇന്ന് നമുക്ക് അമേരിക്കയിൽ പോകുന്ന ഇഷ്ടമാണെങ്കിലും ഇന്നത്തെ ചെറുപ്പക്കാർക്കെല്ലാം ഷി ഹാസ് കം ബാക്ക്. Ask her parents, they will not ever come back. The new generation may like to go there, make a little bit of exhaust, they are coming back. So the opportunity for developed countries to maintain that higher. So basically what he is saying is, as we look into the future, our dependence on US economy is going to come down drastically. We will have to, Yeah. And their ability to support is going to come down. Here lies the role of South-South cooperation and developing countries joining together. India, China put together. I mean, BRICS. So there is hope. It's not like it's not like an apocalypse happening. Yeah. Do you really think India and China are going to cooperate? I really don't think that's a very realistic scenario. That's a wishful scenario, but that's not realistic. Definitely not India and China. It's almost like talking about India and Pakistan being best friends once upon. I don't think India and China will cooperate. I agree that this is the wishful and idealistic scenario. But you agree with that situation that our dependence on the US economy has come down drastically. Slowly over a period of time it will come down. I think you should, it has come down now. Right now at this point of time it's come down. Yes, the dollar's gone down, yes. But I have my faith that there's one thing in India, I've come back. And by the way, I just want to correct you, my dad also came back. Okay. So that's the other thing. So I think the main thing is that India doesn't have research and development. Okay. America has it. America has a lot of money still invested into it. Even though there's cuts, they're not going to affect research and development. As long as America has its research and development, they will be ahead of India, because India is not going to come up with... So we are not going to race with America at the same time, but our dependence is going to come down, is what he is trying to say. And also America, it all depends on the governments, like when the Republicans were in power, they are all for giving the stimulus. They were giving $1,000 stimulus packages per family. Now the Democrats are back. Now you'll see what happens when the policy changes are also very crucial. Yes, sir. We don't have to be very pessimistic about our future and the possibility of South-South cooperation. Yeah. South-South cooperation is increasing.
even now, if you know, the last 1 or 2 months, no, Indian exports So are you doing. mean to say, sir, whatever is happening globally right now, we don't need to be overtly concerned no, about it the because thing is somewhere that- we are in a safe zone. No, the thing Are is you that saying that's US crisis is going to affect many of the third world countries and India in the immediate run. I mean, in the nearest future. But longer vision of our country, in the long run, no, we should be planning. No, we are not doing enough R&D now. Yeah. But we should be doing more R&D. Okay. We should be developing more So skills. basically our and we should economy needs to be strengthened in a variety of ways and not just focus on one production aspect alone, right? In the longer future, we have lot of scope. But in the current period, there are problems that we will have to really face up. All right. On that juncture, we take a break right now. But when we come back after the break, I am going to ask Danny. Danny is in Dubai right now, and Danny is working there. Is he worried? That's what I'm going to ask Danny, but that'll be after